ഈ സർവീസ് സംഘടനകൾ, അതായത് സർവീസിലുള്ള ആളുകളുടെ സംഘടന, അത് ഒന്നും രണ്ടും മൂന്നും സംഘടനകളൊക്കെ, രണ്ടോ മൂന്നോ സംഘടനകളൊക്കെ ഉണ്ട് കേട്ടോ. അത് യഥാർത്ഥത്തിൽ വളരെ നമുക്ക് ദുഃഖകരമായ ഒരു സംഭവവികാസം സംഭവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സംഘടനകൾക്ക് ഓരോ രാഷ്ട്രീയ ചായ്വാണ്. അവർ പോയിട്ട് ഈ ബലമായിട്ട് ഇപ്പോൾ ഒരാൾ സർവീസിലോട്ട് ചെല്ലുന്നുടനെ അങ്ങോട്ട് ചെല്ലും, അതിൽ പിടിച്ച് ഞങ്ങളുടെ ഇതിലങ്ങോട്ട് ചേരുക. ചേർന്നില്ലെങ്കിൽ ഉണ്ടല്ലോ റെഡിയാക്കി കളയും എന്നുള്ളതാണ്. ചേർന്നില്ലെങ്കിൽ, ആ സംഘടന ചേർന്നില്ലെങ്കിലും അതിന് ഉള്ള പിരിവും കൊടുത്തില്ലെങ്കിൽ, ഈ പിരിവ് കൊണ്ടുപോയി അവന്മാർ വെള്ളം അടിക്കുന്ന മിക്കവാറും. അതാ കാര്യം. ഈ പിരിവ് എടുത്ത് ഇതും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരെ അങ്ങ് ഒരുപാട് ഹരാസ്മെൻ്റ് ആണ്. പിന്നെ ഹരാസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് പരാതി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സർവീസ് അവരെ അങ്ങോട്ട് പിടിച്ചുവലിയാണ്. അവർ ഞാൻ NGO യൂണിയൻ, മറ്റേത് അല്ലെങ്കിൽ NGO അസോസിയേഷൻ, അല്ലെങ്കിൽ BJPയുടെ ഏതോ ഒരു സംഘടന, അതുപോലെ ഏതാണ്ടുണ്ട്. ആ രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുള്ളതാണ് ഈ സംഘടനകളെല്ലാം. അപ്പോൾ ഇവരെന്താണെന്നറിയോ, ഇവർ ഇതേപോലെ രാഷ്ട്രീയം അങ്ങോട്ട് നടപ്പാക്കും. ആ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ആൾക്ക്, ആ സംഘടനയിൽപ്പെട്ട ആൾക്ക് ഒരുപാട് പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ. ഇവിടെ കുറേ പേരാ തീരുമാനിക്കുന്നത്, ഈ സംഘടനയിൽ ഇരിക്കുന്നവന്മാരാ ട്രാൻസ്ഫർ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ എടുത്ത് വയനാട്ടിലോട്ട് ഒരൊറ്റ അടി വിടുന്നു. കണ്ണടച്ച് ഉറക്കുന്നുണ്ടേ ഒരു ക്ലാർക്ക്, ഒരു LE ക്ലാർക്ക് വയനാട്ടിൽ പോയി ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഞാൻ അത് വളരെ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമല്ലേ. പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ആൾക്ക് വഴിവിട്ട സഹായങ്ങൾ ഈ സംഘടനകൾ ചെയ്യാറുണ്ട്. സംഘടനകൾ ഭരിക്കുമ്പോൾ, സംഘടനകളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ, അതാ കാര്യം. അവർ അങ്ങനെയൊക്കെ വരും. പിന്നെ ഇവന്മാർ പലർക്കും അവർ ജോലി ചെയ്തില്ല, അവരെ ശിക്ഷ നടപടികളൊന്നും എടുക്കാൻ ഒക്കത്തില്ല അവരുടെ പേരിൽ. അവർ എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ കാണിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് ഉണ്ടാവുമോ, ഇതൊക്കെ ചെയ്താൽ പോലും അവരുടെ പേരിൽ നടപടി എടുത്താൽ പോലും സംഘടന അങ്ങ് ചെല്ലും. നേതാവ് അങ്ങോട്ട് ചെല്ലും. നേതാവ് ഈ കസേരയും വലിച്ച് ഇട്ട് മുമ്പിലോട്ട് ഈ ശിക്ഷിച്ച മേധാവി എടുത്തുകൊണ്ട് ചെല്ലും. മേധാവി പിന്നെ വിറയ്ക്കും. കാരണം ഇല്ലേ, മേധാവിയുടെയും സീറ്റ് എവിടെ ഇരിക്കുന്നറിയോ, പാലക്കാട്ടോ അല്ലെങ്കിൽ കൊയിലാണ്ടിയിലോ ആയിപ്പോവും. ഇങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ സംഘടനകൾ ഇങ്ങനെ വഴിവിട്ട ആളുകളെ അവരുടെ അംഗങ്ങളെ വഴിവിട്ട് ചിലരെ സഹായിക്കാറുണ്ട്. അതിൽ നേതാക്കന്മാരെന്ന് പറയുന്നവർ വളരെ മിടുക്കരാണ്. അവർക്കറിയാം ഇതെങ്ങനെ കൈകാര്യം. ഇത് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. മിക്കവാറും സ്ഥാപനങ്ങളിലുള്ളതാണ്. എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് സർക്കാർ കണ്ടതായിട്ട് നടിക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്തില്ല. കാരണം അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ കൂടെ ഒരു 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുമല്ലോ. അതാ കാര്യം. എനിക്ക് ഒരു അഭിഭാഷകൻ, അത് ഞാൻ എവിടാന്നൊന്നും പറയുന്നത്, അയാൾ, ഞാൻ അഭിഭാഷകനായിരിക്കുമ്പോഴാണ് ഒരു വനിതാ അഭിഭാഷകയോട് മോശമായിട്ട് എന്തോ സംസാരിച്ചു കേട്ടോ. അവരതിനൊരു പരാതി എഴുതി അവിടുത്തെ ഒരു ബാർ അസോസിയേഷൻ കൊടുത്തു. ബാർ അസോസിയേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാളുടെ അടുത്ത് സമാധാനം ചോദിച്ചു. അവർ ഇതിന് സമാധാനം ചോദിച്ചപ്പോൾ എഴുതി കൊടുത്തത് എന്തെന്നറിയോ, ഈ സ്ത്രീ ഇയാളെ ഒരുപാട് പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ലൈംഗികമായിട്ട് ഇയാളെ ഉപയോഗപ്പെടുത്താനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനതിന് തയ്യാറായില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് എഴുതി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ സ്ത്രീ പരാതി പിൻവലിച്ചു കേട്ടോ. കാര്യം വീണ്ടും അവമാനിക്കപ്പെടും. അത് ഭയന്നാണ്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവന്മാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ. അപ്പോൾ എത്രയോ ഇതിനകത്ത് ഇപ്പോൾ അങ്ങനെ വർക്ക് പ്ലേസിൽ ഒരുപാട് വനിതകൾ ഉപദ്രവിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിക്കപ്പെടും. എപ്പോഴും ഒരു ചിറ്റമ്മ നയം സ്ത്രീകളാണെങ്കിൽ അവരോടത് കാണിക്കും, ആ രീതിയിൽ കാണിക്കും. കാരണം അവർ ചോദിക്കാനും പറയാനൊന്നും ഒക്കത്തില്ല, വലിയ ഗൗരവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്.